ആഫിയത്തേകണം മുഖ്താർ തങ്ങളിൽ ആഫിയത്തേകണം നാടതിലെന്നെന്നും നന്മകൾ നിറയണം നാടതിലെന്നെന്നും നന്മകൾ നിറയണം പേരൂർ മഖാമിലെ ദീപമേ പേരൂർ മഖാമിലെ ദീപമേ അവരാൻ മുസല്ലിയാർ നാമമേ അവരാൻ മുസല്ലിയാർ നാമമേ. ശ്രേഷ്ഠ സമ്പന്നരായ സാദാത്തുക്കളെ, പേരൂർ മഖാമിന്റെ നേതൃത്വം ആദരണീയരായ ഖത്തീബ് ഉസ്താദ് അവറുകളെ, അഭിവന്യനായ പ്രസിഡന്റ്, മറ്റു ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള സുഹൃതരായ സംഘാടകരെ, ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അടുക്കൽ പൊരുത്തമുള്ള ഒരു നല്ല സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്ന് വരെ ഏതെല്ലാം സദസ്സിൽ പോയി എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി ആരോടൊക്കെ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ ചോദിച്ചപ്പോൾ ആരെല്ലാം ഏതൊക്കെ സദസ്സിൽ വെച്ച് എന്തൊക്കെ നൽകിയോ അവർക്ക് മുഴുവൻ, വിശേഷിച്ച് പേരൂർ ഹവറാൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവരുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ച സഹായിച്ച മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും ഇവിടെ നമുക്ക് വേണ്ടി വളരെ സാരവത്തായ സമുദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുകയും നമുക്ക് വേണ്ട ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്ത ആദരണീയരായ കുമ്പോൾ സാദാത്തുക്കൾ അടക്കമുള്ള നമുക്ക് മുഴുവനും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ സംഗമം ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ ബറക്കത്തുകൊണ്ട് നമ്മൾ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി തരട്ടെ. ശിഷ്ടജീവിതം അവന് പൊരുത്തപ്പെട്ട നിലയിൽ നയിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയി ഖബറിന്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറുകളിലേക്ക് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഈനാസായി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ആദരണീയരായ കുമ്പോൾ സാദാത്തുക്കളുടെ പ്രിയപ്പെട്ട അഭിവന്യനായ പിതാവ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ സാദാത്തുക്കൾ അവിടുന്ന് ചെറിയൊരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അവിടുത്തേക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയും ഏറെ കാലം നമുക്ക് പ്രാർത്ഥന നിർവഹിക്കാനും നമ്മുടെ സമുദായത്തിന് നേതൃത്വം നൽകാനും കേരളത്തിൽ ഉത്തരോത്തരം ഉയർത്തി ഈ സമുദായത്തിന്റെ ഉത്ഗ്രഥനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും അള്ളാഹു അവിടുത്തേക്ക് അവിടുത്തെ കുടുംബങ്ങൾക്കും വിശേഷിച്ച് മുഴുവൻ കുമ്പോൾ സാദാത്തുക്കൾക്കും അള്ളാഹു എല്ലാവിധ തൗഫീഖുകളും നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയും സുദീർഘമായി ഒരാമുഖ പ്രഭാഷണമോ മറ്റോ ഒന്നും നടത്തുന്നില്ല. അന്ത്യനാളിന്റെ വിളംബരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചു വേണം നമുക്കിന്ന് സംസാരിക്കാൻ. അള്ളാഹു ഹഖ് പോലെ പറയാനും അത് കേട്ട് ദീനിന്റെ ആളുകളായി ജീവിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ليوشكن أن يصب عليكم الشر من السماء حتى يبلغ الفيافي. قيل وما الفيافي يا رسول الله؟ قال صلى الله عليه وسلم الأرض القفر. സഹോദരങ്ങളെ, സാദാത്തുക്കൾ പോകുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു അവിടുത്തേക്ക് കുടുംബത്തിന് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.
എല്ലാ സഹോദരങ്ങളും അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, ഈ മജ്ലിസിലേക്കൊന്ന് വന്നിരിക്കണം. കുറച്ച് സമയം നമ്മൾ പറയുള്ളൂ. അതായത് ഭൂമി ലോകത്ത് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എത്ര സ്വർഗമുണ്ടെന്ന് പറഞ്ഞു? എത്ര? 2 സ്വർഗമുണ്ടെന്ന്. ഒന്നാമത്തെ സ്വർഗം എവിടാണ്? മാ ബൈന ഖബരി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്. മുഹമ്മദ് മുസ്തഫ ഹാമിദ് യാസീൻ പറഞ്ഞതല്ല. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അതെവിടെയാണ്? ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ശരീരം മറപ്പെട്ട് കിടക്കുന്ന മദീനയിലാണ്. ഭൂമി ലോകത്തെ ഒന്നാമത്തെ സ്വർഗം എവിടെയാണ്? മദീനയിലാണ്. എവിടെയാണ്? Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നമാണ് മദീന. ചെറുപ്പക്കാരെ, മൂന്നാറിൽ പോകാനല്ല, ഊട്ടിയിൽ പോകാനല്ല, കൊടൈക്കനാലിൽ പോകാനല്ല, ബാംഗ്ലൂരിൽ പോകാനല്ല, അമേരിക്കയിൽ പോകാനല്ല, ഓസ്ട്രേലിയയിൽ പോകാനല്ല, ലോസ് ആഞ്ചൽസിൽ പോകാനല്ല സഹോദര. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മദീന. ആ മദീനയിലൊന്ന് പോകാൻ തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറപ്പെട്ട് കിടക്കുന്ന മദീനത്തിൽ റൗളത്തുൽ മുശറഫയുടെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ഹൃദയം പൊട്ടി ഖൽബ് പൊട്ടിയിട്ട് മദീനയിലെ രാജാവിന്റെ ദർബാറിൽ ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് സലാം പറയാനാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളിൽ ശ്രേഷ്ഠ സമ്പന്നമായ സ്വപ്നം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്രയോ ആളുകൾക്ക് അള്ളാഹു ഭാഗ്യം കൊടുത്തു. എത്രയോ പരമ ദരിദ്രന്മാർ മദീനയിലെത്തിപ്പോയി. എന്നാൽ കോടീശ്വരന്മാർ പലരും മദീനയിലെത്തിയിട്ടില്ല. അമട്ടൻ മുതലാളിമാര് മദീനയിലെത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മദീനയിലെത്താൻ കുറച്ച് ഔട്ട് ഓപ്പൺ ചെയ്യൂ പ്ലീസ്. മനസ്സിലായോ? പല അമട്ടൻ മുതലാളിമാരും അവർക്ക് മദീനയിലെത്താൻ സാധിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതെന്തുകൊണ്ടാണ്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ട്. അത് സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗം. രണ്ടാമതൊരു സ്വർഗത്തെ പറഞ്ഞു തന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതാണ് ആ സ്വർഗം? മജ്ലിസുൽ ഇൽമി, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വഅദ് കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളിരിക്കുന്ന മജ്ലിസ്, ഈ വിജ്ഞാനത്തിന്റെ സദസ്, മഹാനായ അവറാൻ വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദഹു അവിടുത്തെ ഉറൂസ് മുബാറക്കിന്റെ ഈ വിജ്ഞാനത്തിന്റെ മജ്ലിസ്, ഇത് സ്വർഗമാണ്. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. അതിലിരിക്കാൻ നമുക്ക് അല്ലാഹു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ മരണപ്പെടേണ്ട ആളുകൾ ഈ സദസ്സിലുണ്ടാവും, അറിയില്ല. ചെറുപ്പക്കാരെ, ഇന്ന് രാത്രിയിൽ ലോകത്തോടെ വിട പറഞ്ഞു പോകുന്ന ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. തെരുവിന്റെ കവലയിൽ ഇരുന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും തോണ്ടിയും വാന്തിയും കളിക്കുന്ന യുവത്വമേ, മോനെ, നിന്റെ അവസാനത്തെയും ആദ്യത്തെയും രാത്രിയായിരിക്കാം ഈ രാത്രി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ, അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നും മരിക്കോ നാളെ മരിക്കോ അതറിയില്ല. അതറിയില്ല എന്നേ ഉള്ളൂ. ചിലപ്പോ ഇന്ന് രാത്രി മരിക്കുന്ന ആളുകൾ ഈ മജ്ലിസിലുണ്ടാകാം. നാളെ രാവിലെ മരിച്ചു പോകേണ്ട ആളുകൾ ഈ സദസ്സിലുണ്ടാകാം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം.
ജീവിതത്തിന്റെ ഒരുപക്ഷെ ഈ രാത്രി അവസാനത്തെ രാത്രിയാണെങ്കിൽ, ഇന്ന് ഈ മജ്ലിസാണ് നമ്മുടെ അവസാനത്തെ മജ്ലിസെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ വഅദ് പറയുന്ന ഹാമിദ് യാസീൻ മോശക്കാരനാണെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള എത്രയോ നല്ല ഉപ്പമാരുണ്ട്, അല്ലാഹുവിനെ പേടിയുള്ള നല്ല ഉമ്മമാരുണ്ട്, ഒരു തെറ്റുകുറ്റവും ജീവിതത്തിൽ ചെയ്യാത്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ചെറിയ കുഞ്ഞുമക്കളുണ്ട്. ആ മക്കളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ച് പാപികളായ നമുക്കും സ്വീകാര്യത തന്നാലോ നമ്മുടെ ഖബർ രക്ഷപ്പെട്ടു പോകൂലേ, നമ്മുടെ ആഖിറം രക്ഷപ്പെട്ടു പോകൂലേ. അതുകൊണ്ട് എന്റെ വഅദിന്റെ മജ്ലിസ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ നീ മജ്ലിസിലേക്ക് വരണം. ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്താണെന്നറിയുമോ? അവനെ രോഗിയാക്കലല്ല, അവനെ കടക്കാരനാക്കലല്ല, അവന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകലല്ല, അവന് സന്താനങ്ങളെ കൊടുക്കാതെ, സാമ്പത്തികമായ ഭദ്രത നൽകാതെ, ഏതെങ്കിലുമൊക്കെ രോഗം, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അവനെ പരീക്ഷിക്കാം. അതൊന്നും ഒരു പരീക്ഷണമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ഖൽബ് സീലുവക്കലാണ്. എത്രയാണ് വഅദിന്റെ സദസ്സുകൾ നടക്കുന്നത്? കാസർഗോഡ് ജില്ലയിൽ വഅദോട് വഅദാണ്. എല്ലാ വർഷവും ഈ ജില്ലയിൽ വഅദ് നടക്കാറുണ്ട്. ഈ ചെവിയിലൂടെ വഅദ് കേട്ടിട്ട് ഈ ചെവിയിലൂടെ അത് പാസായി പോകുകയാണ്, കൽബിലേക്ക് കടക്കുന്നില്ല, ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ എത്ര കേട്ടാലും അവന്റെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനായ മനുഷ്യൻ അവനാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബ് സീലുവക്കപ്പെട്ടു പോയ ആളുകൾ, അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല. അവസാനം അങ്ങനെ അവർ മരിച്ചുപോകും. എവിടെ വെച്ചാണ് മരിക്കുക? തിയേറ്ററിൽ വെച്ച് മരിച്ചുപോകും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനെ കാണാതെയായി. പരിസരത്ത് മുഴുവനും അന്വേഷിച്ചു, കണ്ടില്ല. ഒരാൾ പറഞ്ഞു അയാളെ ഇന്നലെ തിയേറ്ററിൽ വെച്ച് കണ്ടിരുന്നു എന്ന്. പള്ളി ജമാഅത്തിന് കണ്ടിരുന്നു എന്നല്ല പറഞ്ഞത്, മക്കത്ത് വെച്ച് കണ്ടു എന്നല്ല പറഞ്ഞത്, സിനിമാശാലയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. അവസാനം സിനിമാശാലയിൽ പോയി നോക്കിയപ്പോൾ ബാൽക്കണിയിൽ വിശാലമായിട്ട് കയ്യും കെട്ടിയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പറഞ്ഞു, എടാ എത്ര സിനിമ കണ്ടു നീ? പടച്ചവൻ തന്ന ആരോഗ്യം ഉപയോഗിച്ച്, പടച്ചവൻ തന്ന പണം ഉപയോഗിച്ച് നീ മുന്തിയ ടിക്കറ്റ് എടുത്ത് ബാൽക്കണിയിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ക്ലൈമാക്സ് എത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് അത് എത്തിച്ചേർന്നില്ലേ? അവസാനം അവൻ അടക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ കസേരയിരുന്ന മാതിരി. ആലിമീങ്ങളോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അവനെ പൊട്ടിക്കണോ വേണ്ടേ? ഉലമാക്കൾ പറഞ്ഞു, പൊട്ടിക്കുകയും വേണ്ട, കബർ കുറച്ച് ആഴത്തിലെടുത്തിട്ട് കസേര ഇരുത്തുന്ന മാതിരി ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? പൊട്ടിക്കണമെങ്കിൽ സർജറി നടത്തണം, അത് മയ്യത്തിന് ബുദ്ധിമുട്ടാക്കലല്ലേ? അതിനേക്കാൾ നല്ലത് കുഴി കുറച്ച് അഗാധമായി കുഴിച്ചാ പോരെ. അങ്ങനെ താഴെ വെച്ചു. അവന്റെ ജനാസ കൊണ്ടുപോകാൻ കഴിയോ? സന്തൂക്ക വെട്ടിയിൽ പറ്റൂല. കാരണം എങ്ങനെ ഇരിക്കാണ്, ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് സിനിമ കാണുന്ന യുവത്വമേ, സീരിയലിന് അടിമപ്പെട്ടുപോയ യുവത്വമേ, സിനിമാറ്റിക് ഡാൻസുകളുടെ ലോകത്ത് മതിഭ്രമത ബാധിച്ചുപോയ പുതിയ നൂറ്റാണ്ടിലെ ന്യൂ ട്രെൻഡ് ജനറേഷനുകളോട് പറയുകയാണ്, എന്റെ പൊന്നു പെങ്ങളെ, അല്ലാഹു എപ്പോഴാണ് നിന്റെ ആത്മാവിനെ പിടിക്കുക എന്ന് പറയാനാവില്ല. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത്യനാൾ ഉണ്ടാകുമ്പോൾ ലയൂഷികന്ന അൻ യസുബ്ബ അലൈക്കുമുശ് ശർറു മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് ചറപറ
പെയ്തിറങ്ങാന്ന് നാശങ്ങൾ പെയ്തിറങ്ങുന്നൊരു കാലഘട്ടം സമാഗതമാകും. ആകാശലോകത്ത് നിന്ന് നാശങ്ങൾ പെയ്തിറങ്ങുന്നൊരു കാലഘട്ടം സമാഗതമാകും. ഹത്താ യബ്ലുഗൽ ഫയാഫി, വിജനമായ മരിപ്പറമ്പുകൾ വരെയും ഏകാന്തമായ വിജനവന്യമായ സ്ഥലങ്ങൾ വരെയും ആ നാശം പെയ്തിറങ്ങും. ചോദിച്ചു മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ ഉറൈഫി, മഹാനവർകൾ ഈ ഹദീസ് എടുത്തു വച്ചിട്ട് അനലൈസ് ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. എന്താണ് അന്ത്യനാളാകുമ്പോൾ ആകാശലോകത്ത് നിന്ന് സർവ്വജനങ്ങളിലേക്കും നാശം പെയ്തിറങ്ങുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കല്ലുമഴ വർഷിക്കലാണോ? തീമഴ പെയ്തിറങ്ങലാണോ? എന്ത് നാശമാണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം എന്താണ്? അവൻ ആരോഗ്യപരമായി നഷ്ടം സംഭവിക്കലല്ല, അവന് സാമ്പത്തികമായി നഷ്ടം സംഭവിക്കലല്ല, അവന്റെ മാനസികമായ നഷ്ടമാണ്, അവന്റെ ഹൃദയത്തെ നശിപ്പിക്കുന്ന നാശമാണ് ഏറ്റവും വലിയ നാശം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ശർറ് അബ്ദുറഹ്മാൻ അൽ ഉറൈഫി അവിടുന്ന് വിശദീകരിക്കുകയാണ്. അസ്സമാഉ അലാ കുല്ലി മാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലെ ഉള്ളത് മുഴുവനും ആകാശമാണ്. വത്തിൽഫാസ് അൽ യൗം യസ്തഖ്ബിലു മാ തുംതിറു അഖ്മാഉ സിനാഇയ മിൻ ഫിതനിൻ വമുജൂൻ. അത്തിൽഫാസ് അൽ യൗം, ഈ കാലഘട്ടത്തിലുള്ള ടെലിവിഷനുകളെ പറ്റിയാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞത്. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ നിങ്ങൾ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള പിശാച് പെട്ടിയില്ലയോ, ശൈത്താൻ പെട്ടിയില്ലയോ, ടെലിവിഷൻ ഇല്ലയോ, സീരിയൽ കണ്ണീര് പ്രവഹിക്കുന്ന കുറെ പച്ചക്കള്ളക്കഥകൾ കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട സീരിയൽ ബോക്സ് ഇല്ലയോ? അത്തിൽഫാസ് അല്ലയോ? ഈ കാലഘട്ടത്തിലെ ടെലിവിഷനെ പറ്റി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും കൽബിന്റെ വെളിച്ചമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കൽബുള്ളവർ കേൾക്കണേ, കാതുള്ളവർ ശ്രദ്ധിക്കണേ, ഹൃദയമുള്ളവർ മനസ്സിലാക്കണേ. ചെറുപ്പക്കാരാ, പാതിരാത്രി സമയത്ത് നീ നിന്റെ ഉപ്പ കാണാതെ, ഉമ്മ കാണാതെ, നിന്റെ പ്രൈവറ്റ് റൂമിന്റെ അകത്തളത്തിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് നീ നിന്റെ മൊബൈൽ ഫോൺ ഓപ്പണാക്കിയിട്ട് നീ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. നിന്റെ മടിത്തട്ടിലേക്ക് നാശങ്ങൾ പെയ്തിറങ്ങുകയാണ്. നിന്റെ ഹൃദയത്തെ കീല് പോലെ ടാറ് പോലെ കറുപ്പിച്ചു കളയുന്ന നാശങ്ങൾ അത് പെയ്തിറങ്ങുകയാണ്. നിന്റെ മൊബൈൽ ഫോണിലേക്ക് പെയ്തിറങ്ങുകയാണ്. ഓ പെങ്ങളെ, പിതാവ് നിനക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിത്തന്ന ലാപ്ടോപ്പ് എടുത്തു വെച്ച് നിന്റെ സ്വകാര്യ മുറിയിൽ ഏതോ നിന്റെ കാമുകനുമായി ഏതോ ഒരുത്തനുമായി നീ ലൈവ് വീഡിയോ ചാറ്റിങ്ങിലാണ്. അപ്പോഴും നിന്റെ ലാപ്ടോപ്പിന്റെ അകത്തളത്തിലേക്ക് നാശം പെയ്തിറങ്ങുകയാണ്. അതെവിടുന്ന് പെയ്തിറങ്ങുകയാണ്? നബിതങ്ങൾ പറഞ്ഞു, ലയൂഷിക്കന്ന അയ്യസുബ്ബലൈക്കുമുശ്ശർറു മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് നാശങ്ങൾ പെയ്തിറങ്ങുന്ന കാലഘട്ടം വരും. അതെന്താണ്? യസ്തഖ്ബിലു മാ തുംതിറു അഖ്മാഉ സിനാഇയ മിൻ ഫിതനിൻ വമുജൂൻ. പെങ്ങളെ,
നിങ്ങളുടെ ടെലിവിഷന്റെ അകത്തളത്തിലേക്ക് നാശം എവിടുന്ന് വരുന്നതാണ്? മഞ്ചേശ്വരത്തെന്ന് ട്രെയിൻ കയറിയിട്ട് വരുന്നതല്ല, കാസർഗോഡെന്ന് ടാക്സി പിടിച്ചിട്ട് വരുന്നതല്ല, കേരളത്തിന്റെ അങ്ങേയറ്റമായ തിരുവനന്തപുരത്തുനിന്ന് കാറോടിച്ചു വരുന്നതല്ല. പിന്നെ എവിടുന്നാണ്? നിന്റെ ലാപ്ടോപ്പിലേക്ക്, നിന്റെ മൊബൈൽ ഫോണിലേക്ക്, നിന്റെ വീട്ടിന്റെ അകത്തളത്തിലുള്ള ടെലിവിഷനിലേക്ക് സിനിമയായി, സിനിമാറ്റിക് ഡാൻസായി, വാട്സപ്പ് മെസ്സേജായി, ഫേസ്ബുക്കായി നാശം പെയ്തിറങ്ങുന്നത് മിനസ്സമാ, ആകാശലോകത്ത് നിന്നാണ്. ആകാശലോകത്ത് ഫിറ്റ് ചെയ്തു വെച്ചിട്ടുള്ള സാറ്റലൈറ്റുകളിൽ നിന്നുമാണ്, അതാ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നുമാണ് നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് നാശം പെയ്യുന്നത്. സാറ്റലൈറ്റുകൾ കൊടുക്കുന്ന മെസ്സേജാണ് ടെലിവിഷനിൽ സിനിമയാകുന്നത്, തോന്നിവാസങ്ങളാകുന്നത്, മോശത്തരങ്ങളാകുന്നത്, എല്ലാ വേണ്ടാധീനങ്ങളുടെയും കൊട്ടകളായി, എല്ലാ വേണ്ടാധീനങ്ങളുടെയും കൂമ്പാരങ്ങളായി ആകാശലോകത്ത് നിന്നാണ് നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളെ കറുപ്പിക്കുന്ന, നിങ്ങളെ നശിപ്പിക്കുന്ന, പുതിയ തലമുറയിലെ മക്കളെ മുഴുവനും വഴിപിടപ്പിക്കുന്ന, പുതിയ പൊന്നുമക്കളെ മുഴുവനും കള്ളന്മാരാക്കുന്ന, കപടക്കാരാക്കുന്ന, കാപട്യക്കാരാക്കുന്ന, കുടിയന്മാരാക്കുന്ന, പ്രണയലാസ്യങ്ങളിൽ ഏതോ കാമുകന്റെ കയ്യിൽ പിടിച്ചിട്ട് വാപ്പാനെ വലിച്ചെറിഞ്ഞ്, ഉമ്മാനെ വലിച്ചെറിഞ്ഞ്, കുടുംബത്തെ വലിച്ചെറിഞ്ഞ്, അള്ളാനെ വലിച്ചെറിഞ്ഞ്, അള്ളാഹുവിന്റെ റസൂലിനെ വലിച്ചെറിഞ്ഞ്, അള്ളാഹു ഔദാര്യമായി തന്ന ഹിദായത്തിന്റെ വെളിച്ചത്തെ പുറം കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് കടന്നു പോകുന്നത് ഈ ആകാശലോകത്ത് നിന്ന് പൊന്നാര നബിതങ്ങൾ പെയ്തിറങ്ങുമെന്ന് പറഞ്ഞ ഈ സർവകാരണമാണ്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. അന്ത്യനാള് സമാഗതമാകുമ്പോഴാണ് ലോകത്ത് ടെലിവിഷൻ വരുന്നത്, വാട്സപ്പ് വരുന്നത്, ഫേസ്ബുക്ക് വരുന്നത്. ആ സംവിധാനങ്ങളിലൂടെ മുഴുവനും മനുഷ്യനെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രവഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് സന്മാർഗം തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് ചോദിച്ചു, മതസ്സാഅത യാ റസൂലല്ലാഹ്, നബിയേ അന്ത്യനാള് എപ്പോഴാണ് ഉണ്ടാകുക? ഒന്നും മിണ്ടിയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു നേരമങ്ങ് കഴിഞ്ഞ് ചോദിച്ചു, ഐനസ്സായിലു അനിസ്സാ, അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കാൻ വന്നയാളെവിടെ? ചോദിച്ചു വന്നയാളെവിടെ? ഹാനദാ യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. പറഞ്ഞു, ഇദാ ളുയ്യത്തുൽ അമാന, വിശ്വസ്തത ഉയർത്തപ്പെട്ടു പോയാൽ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ, ഫന്തളിരിസ്സാ, അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചു കൊള്ളണേ. ഭാര്യയ്ക്ക് ഭർത്താവിൽ വിശ്വാസ്യതയുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഭർത്താവിന് ഭാര്യയ്ക്ക് വിശ്വാസമില്ലാതായിരിക്കുകയാണ്. സ്വന്തം മകൾക്ക് അവളുടെ പിതാവിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മായെ, സ്വന്തം പ്രിയപ്പെട്ട ഉമ്മാക്ക് അവരുടെ പ്രിയപ്പെട്ട മകനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇദാ ളുയ്യത്തുൽ അമാന ഫന്തളിരിസ്സാ, അങ്ങനെ പരസ്പര വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം സമാഗതമായാൽ അത് അന്ത്യനാളിന്റെ കാലമാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു പ്രവാസിയുടെ ഭാര്യ ഗർഭിണിയായി. ഏത് നാടാന്ന് ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയില്ല, ചിലപ്പോ നിങ്ങളുടെ പരിസരത്തായിരിക്കും. ഒരു പ്രവാസിയുടെ ഭാര്യ ഗർഭിണിയായി. പക്ഷേ ഭർത്താവ് പ്രവാസ ലോകത്ത് 8 മാസമായിട്ട് അയാൾ അവിടാണ്. ഈ പെങ്ങള് ഗർഭിണിയായത് 2 മാസം പ്രഗ്നൻസിയാണ്. ഇവര് വയറുവേദന എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വയറുവേദന എടുക്കാൻ കാരണം നിങ്ങള് ഒരു പ്രഗ്നന്റ് ആണ്, 2 മാസം പ്രഗ്നന്റ് ആണ്. ഞെട്ടിപ്പോയവര്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്താണ്, ഞാനൊരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല, പിന്നെങ്ങനെയാണ് ഒരു പരപുരുഷൻ എന്നെ സ്പർശിക്കാതെ എനിക്ക് എങ്ങനെയാണ് ഗർഭമുണ്ടാകുന്നത്? ഡോക്ടർ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര മറച്ചു വച്ചാലും ഗർഭമെന്ന് പറഞ്ഞാൽ അത് പൊന്തി പൊന്തി ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിൽ പുറത്തേക്ക് വരുന്ന സംഭവമാണ്. അതുകൊണ്ട് പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്നു തരിപ്പണമായി പോകും. അതുകൊണ്ട് ഇതാരും അറിയാതെ അബോർഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലത്. പക്ഷേ ആ സഹോദരി വിട്ടുകൊടുത്തില്ല. വല്ലാഹി വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഞാനൊരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അദ്ദേഹം വന്നിട്ട് പോയിട്ട് 8 മാസമായി. അദ്ദേഹത്തെ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരു പുരുഷനുമായി ഞാൻ ഒരു വിധത്തിലുമുള്ള അവിഹിതമായ ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് ആ പ്രിയപ്പെട്ട സഹോദരി ആ ഡോക്ടറുടെ മുന്നിൽ ആണയിട്ട് പറയുകയാണ്. ഈ സഹോദരി അടുത്ത കോള് വിളിച്ചത് എവിടെയാ? പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന എരിയുന്ന പൊരിയുന്ന വെയിലത്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവിനെ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല, എനിക്ക് വയറുവേദനയുമായി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രഗ്നൻസിയാണെന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്. ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് നാട്ടിലേക്ക് കടന്നു വരാമോ? ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് എമർജൻസി ടിക്കറ്റ് എടുത്ത് വരികയാ. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, നാട്ടിൽ വന്നപ്പോ ഭർത്താവ് പറഞ്ഞു, സത്യം പറയടി, ഏതൊരുത്തനുമായിട്ടാ നീ ബന്ധപ്പെട്ട്, ഏതൊരുത്തനുമായിട്ടാ നീ അവിഹിതത്തിലേർപ്പെട്ട്? നിനക്ക് വേണ്ടിയാണ് എരിയുന്ന പൊരിയുന്ന വെയിലത്ത് ആ കഠിനാധ്വാനം ചെയ്ത്, ഏതൊക്കെയോ മരുപ്പറമ്പുകളിൽ പോയി കിടന്ന് കഠിനാധ്വാനം ചെയ്ത് എന്റെ മക്കളെ വളർത്താനും നിനക്ക് ചെലവിന് തരാനും നീ ആവശ്യപ്പെടുന്ന സാധന സാമഗ്രികൾ നിനക്ക് തരാനും വേണ്ടി ഞാൻ എത്രയാ കഷ്ടപ്പെടുന്നത്, ഞാൻ എത്രയാ പ്രയാസപ്പെടുന്നത്. ആ പ്രയാസപ്പെടുന്ന എന്നെ ചതിച്ച ചതിയത്തിയായ വഞ്ചകിയായ ഭാര്യ, എനിക്ക് നിന്നെ വേണ്ട എന്ന് ഹൃദയ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഇത് സഹിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ഇത് സഹിക്കാൻ കഴിയുമോ? വികാര നിർഭരമായിട്ട് ആ പ്രിയപ്പെട്ട പ്രവാസിയായ ഭർത്താവ് നാട്ടിൽ വന്ന് ഭാര്യയോട് കാർക്കശ്യത്തിന്റെ ഭാഷയിൽ വർത്തമാനം പറഞ്ഞപ്പോൾ ആ സഹോദരി ആണയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളെ ഞാൻ ചതിച്ചിട്ടില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും അവിഹിതമായൊരു പരപുരുഷനുമായി എന്റെ ജീവിതത്തിൽ വല്ലാഹി നിങ്ങളല്ലാതെ മറ്റൊരാളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഗർഭമുണ്ടായാലെന്ന് പടച്ചവനാണ് സത്യം, എനിക്കറിയില്ലെന്ന് ആ നിഷ്കളങ്കയായ പ്രിയപ്പെട്ട ഭാര്യ, ആ പ്രവാസിയുടെ നിഷ്കളങ്കയായ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞ് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം തന്റെ സുഹൃത്തായ ഒരു പോലീസുകാരനെ വിളിച്ച് വിഷയം അവതരിപ്പിക്കുകയാ. പോലീസുകാരൻ ആ പരിസരത്തുള്ള ആളുകളുമായി ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിക്കുകയാ. ഒരു ചെറുപ്പക്കാരനും അതിൽ പ്രതിയായിട്ടില്ല. ഈ പെങ്ങളെപ്പറ്റി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ പെങ്ങള് നല്ല നല്ല അള്ളാഹുവിനെ പേടിയുള്ള പെങ്ങളാ, ഒരു അരുതായ്മയും ചെയ്യുന്ന പെങ്ങളല്ല. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന തന്റെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് 5 നേരവും കാത്തിരുന്ന്, അള്ളാഹുവേ, എന്റെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിന് നീ ഇന്ന് സ്വർഗം നൽകണേ അല്ലാ, ഒരാപത്തും വരുത്താതെ എന്റെ അരികിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മടക്കി അയക്കണേ അല്ലാ, തിരിച്ചെത്തിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന പെങ്ങളാ. സഹോദര
സഹോദരങ്ങളെ, പിന്നെ ആരാണ് ആ പെങ്ങൾക്ക് അവിഹിതമുണ്ടാക്കിയത്? ആരാണ് ആ പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കിയതെന്നറിയുമോ? എന്റെ കാസർഗോഡ് ജില്ലയിൽ പേരൂര് മക്കാമുറൂസിന് വന്ന ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഹൃദയമുള്ള ഉപ്പമാരെ, നിങ്ങളതിന്റെ ഉത്തരവാദിയെ കേട്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ആ ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ആരാണെന്നല്ലേ? 2 മാസം ഗർഭിണിയാക്കിയതാരാ? സ്വന്തം മകനാ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരനായ പൊന്നുമകൻ. ആ ഉമ്മ ഏതൊരു മകനെയാണോ മരണവേദനയോടടുത്ത വേദന സഹിച്ചു നൊന്ത് ലോകത്തോട് പ്രസവിച്ചത്, ഏതൊരു മകനെയാണോ ആ ഉമ്മ 14 വർഷക്കാലം വരെ താരാട്ടിയത്, പാലൂട്ടിയത്, തലോടിയത്, വളർത്തി വലുതാക്കിയത്, ഏതൊരു പൊന്നുമോന് വേണ്ടിയാണോ ആ മാതാവ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചത്, ഏതൊരു പൊന്നുമോന് വേണ്ടിയാണോ ആ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചത്, ആ പ്രിയപ്പെട്ട മകനതാ സ്വന്തം പ്രിയപ്പെട്ട ഉമ്മാക്ക് ഗർഭമുണ്ടാക്കിയതിന് ഉത്തരവാദിയാ. അതെങ്ങനെ സംഭവിച്ചതാ? ഉമ്മ അറിയാതെ സംഭവിച്ചതാ. ആ ഈ കുട്ടിയെപ്പറ്റി, കുട്ടിയുടെ കൂട്ടുകാരെ പറ്റി പോലീസുകാരൻ അന്വേഷിച്ചപ്പോൾ മയക്കുമരുന്നിന്റെ അടിച്ചുകളാ പല കുട്ടികളും. വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ 14 വയസ്സുകാരില്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന പൊന്നോമന മക്കളില്ലേ? അവര് നാളെ ഇതുപോലെ പ്രതികളാകൂല എന്നാരാ കണ്ടത്? നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. നമ്മുടെ മോൻ നല്ല മോനാ, നമ്മുടെ മോൻ നല്ല മോനാ. സഹോദരങ്ങളെ, പക്ഷേ അവനെ നമ്മൾ കയറൂരി വിടുമ്പോ ആലോചിക്കണം. അവന്റെ കൂട്ടുകെട്ടുകളെപ്പറ്റി അന്വേഷിക്കാറില്ല. അവൻ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളെപ്പറ്റി മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ല. അവൻ ആരുമായിട്ടാ കമ്പനി അടിക്കുന്നത്, അവൻ ആരുമായിട്ടാ ഇടപാടുകൾ നടത്തുന്നത്. ഓരോ വാപ്പയും ഓരോ ഉമ്മയും അള്ളാഹുവിന്റെ ദർബാറിൽ കുറ്റക്കാരാകുന്ന ഒരു വലിയ ഘട്ടമാണ് ഈ ഘട്ടം. സഹോദരങ്ങളെ, മകനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം തീർന്നില്ല വാപ്പ. മകനെ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം തീർന്നിട്ടില്ല ഉമ്മ. ആ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിലായി വളർത്തി വലുതാക്കുന്നൊരു സമയം വരെയും നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ സഹോദരൻ എന്ത് സംഭവിച്ചതാണ്? തന്റെ കൂട്ടുകെട്ടുകൾ മുഴുവനും മയക്കുമരുന്നുകാരുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നിന് അഡിക്റ്റായവന് പിന്നെ ഉമ്മയുണ്ടോ, സഹോദരിയുണ്ടോ? അവനവന്റെ ആവശ്യ പൂർത്തീകരണം നടക്കണമെന്ന ചിന്തയേ ഉള്ളൂ. അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗം എന്താണ്? സ്വന്തം മാതാവിനെ, മാതാവ് കഴിക്കുന്ന ആഹാരത്തിൽ, ഭക്ഷണ പദാർത്ഥത്തിൽ മയക്കുന്ന ഉപകരണങ്ങൾ, മയക്കുന്ന സാധനങ്ങൾ, മയക്കുഗുളികകൾ മേടിച്ചു കൊണ്ടുവന്ന് പൊടിച്ച് മാതാവ് കഴിക്കുന്ന ആഹാരത്തിൽ മാതാവ് അറിയാതെ കലക്കിക്കൊടുത്ത് ആ മയക്കുഗുളികയുടെ എഫക്റ്റ് കൊണ്ട് മയങ്ങി ഉറങ്ങുന്ന മാതാവിനെ, അവൻ ഏതൊരു ഉദരമാണോ ഗർഭം ചുമന്നത്, അവൻ ഏതൊരു ഉദരമാണോ ലോകത്തോട് മരണവേദനയോടടുത്ത വേദന സഹിച്ചു പ്രസവിച്ചത്, ആ പ്രിയപ്പെട്ട മാതാവിന്റെ ഉദരത്തിലേക്ക് കയറിയിരുന്ന് അവനവന്റെ ആവശ്യ പൂർത്തീകരണം നടത്തുകയാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അവസാന നാളിന്റെ അടയാളമാണ്. ഇദാ ലയ്യത്തുൽ അമാനാ. ഒരു ഉമ്മാക്കൊരു മകനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം സമാഗതമായില്ലേ? ഒരു ഉമ്മാക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ലല്ലോ. എന്റെ ഉമ്മമാരെ, പേരൂര് മക്കാമുറൂസിന് വന്ന ഉമ്മമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട 13കാരൻ, 14കാരൻ, 18കാരനായ പൊന്നുമോൻ നിങ്ങൾക്ക് ഗർഭമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഏതുമ്മാക്കാത് സഹിക്കാൻ പറ്റുക? ഏത് ഉപ്പാക്കാത് സഹിക്കാൻ പറ്റുക? പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ത്യകാലഘട്ടത്തിന്റെ അവസാന നാളിന്റെ വിളംബരങ്ങളിൽ ഇങ്ങനെ വിശ്വാസ്യത ഉമ്മയുടെയും മകന്റെയും ഇടയിൽ, ഉപ്പയുടെയും മകളുടെയും ഇടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ, സഹോദരന്റെയും സഹോദരിയുടെയും ഇടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ അന്ത്യനാളിന്റെ വിളംബരങ്ങൾക്ക് നിങ്ങൾ കാതോർത്തുകൊള്ളണേ. അവസാന നാളിന്റെ ഇടിപ്പടക്കങ്ങൾക്ക് നിങ്ങൾ കാതോർത്തുകൊള്ളണേ എന്ന് ലോകയിലെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ വിഷയമൊന്നുമല്ല. മാത്രമല്ല ബാദിറൂ ബിൽ അഅമാൽ യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ വയുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ يبيع دينه بعرض من الدنيا. അവസാന നാള് സമാഗതമാകുമ്പോൾ രാവിലെ മുഅ്മിനായവൻ അവൻ വൈകുന്നേരം കാഫിറാകുകയാണ്. വൈകുന്നേരം കാഫിറായ മനുഷ്യൻ അവനതാ പ്രഭാതത്തിൽ മുസ്ലിമാകുകയാണ്. അതാ വൈകുന്നേരം മുസ്ലിമായ മനുഷ്യൻ അവൻ പ്രഭാതമാകുമ്പോൾ അവിശ്വാസിയാകുകയാണ്. ഇത് ഹാമിദ് യാസീൻ പറഞ്ഞതല്ല, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ പ്രകാശമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്. രാവിലെ മോള് വന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഉമ്മാ ഞാൻ കോളേജിൽ പോട്ടെ, വാപ്പാ ഞാൻ കോളേജിൽ പോട്ടെ. ഉപ്പാടെ കയ്യിൽ പിടിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഹിജാബിട്ട് മഫ്തയിട്ട് മംഗലാപുരത്ത് കോളേജിൽ പഠിക്കാൻ വേണ്ടി മകള് പോയതാണ്. സാധാരണഗതിയിൽ 5 മണിക്ക് വരുന്ന മകൾ അന്ന് വൈകുന്നേരം 5 മണിയായിട്ടും വന്നില്ല. വാപ്പ ഫോണിൽ വിളിച്ചപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ഉമ്മ വിളിച്ചു നോക്കി, സാധാരണഗതിയിൽ 5 മണിക്ക് വരുന്ന കോളേജ് വിട്ട് വരുന്ന മകൾ അന്നും വന്നിട്ടില്ല. അന്ന് വരാത്തതിന്റെ കാരണം അന്വേഷിച്ച് ലേറ്റായതെന്താണെന്നറിയാൻ ഉമ്മ വിളിച്ചപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. അവസാനം പോലീസായി, കേസായി, അന്വേഷണമായി. ആരും ഒരു ബന്ധുവീട്ടിലും അവള് പോയിട്ടില്ല. ഒരു ബന്ധുവീട്ടിലും ചെന്നിട്ടില്ല. ഒടുവിൽ അന്വേഷിച്ചു നോക്കി. അവസാനം പാതിരാത്രിയായപ്പോൾ ഒരു കോള് വരികയാണ്. ഉമ്മാ, ഉപ്പാ, ഞാൻ മൈസൂറിലാണ്, കോയമ്പത്തൂരിലാണ്, മെഡ്രാസിലാണ്, എന്റെ ഏട്ടനോടൊപ്പമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മായെ വലിച്ചെറിഞ്ഞു കളഞ്ഞു, വാപ്പായെ വലിച്ചെറിഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ വലിച്ചെറിഞ്ഞു. അള്ളാഹു സമ്മാനമായി നൽകിയ ഹിദായത്തിന്റെ വെളിച്ചത്തെ അവള് ചവിട്ടി മെതിച്ച് പുറങ്കാലുകൊണ്ട് പിന്നോട്ട് വലിച്ചെറിഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു ഹിദായത്ത് നമുക്ക് നൽകിയത് നമ്മൾ പണിയെടുത്തിട്ടല്ല, അവന്റെ ഔദാര്യമായിട്ട് തന്നതാണ്. ആ ഹിദായത്തിനെ വലിച്ചെറിഞ്ഞ് ഏതോ ഒരു ഏട്ടന്റെ കയ്യിൽ പിടിച്ച് അവന്റെ 4 പഞ്ചസാര വർത്തമാനം കേട്ട് അവന്റെ ഈ കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ വാട്സപ്പിലൂടെ കേട്ട് അവനുമായി പാതിരാത്രികളിൽ ചാറ്റിംഗ് നടത്തി ഇമേജിനറി വേൾഡിൽ, സാങ്കല്പികതയുടെ ലോകത്ത് അവളെ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വലിച്ചെറിഞ്ഞു. അവളെ കണ്ണീരും കഠിനാധ്വാനവുമായി പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട വാപ്പാനെ വലിച്ചെറിഞ്ഞു. യുസ്ബിഹുർ റജുലു മുഅ്മിനാ
വയുംസി കാഫിറാ. രാവിലെ മഫ്തയിട്ട് ഉമ്മാടെ കയ്യിൽ പിടിച്ചിട്ട് സലാം പറഞ്ഞു പോയ മോളാണ്. വൈകുന്നേരമായപ്പോൾ അവളെ തന്റെ കയ്യിൽ പിടിച്ച് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വലിച്ചെറിഞ്ഞ് ഏതോ ഒരു തന്റെ കയ്യിൽ പിടിച്ചവള് യാത്രയായി. യുംസി കാഫിറാ. അള്ളാഹു കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ കുറെ പെങ്ങന്മാരെ പെൺമക്കളെ മതിൽ ചാടിയും വേലി ചാടിയും വീട് ഇറങ്ങിയും ഓടിപ്പോകുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്. അള്ളാഹു നമ്മളെ ഭാര്യമാരെ, പെൺമക്കളെ, നമ്മുടെ സഹോദരിമാരെ ഇത്തരം ചതിക്കണികളിൽ നിന്ന് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളായി പോകാതെ കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് ഹാമിദി യാസീൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. രാവിലെ അവൻ, രാത്രി അവൻ മുഅ്മിനായിരുന്നു. യുസ്ബിഹു യുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ. രാവിലെ പള്ളിയിലേക്ക് അവൻ പോയി. ഇന്നലെ രാത്രി അവൻ മുഅ്മിനാണ്. സുബഹി കഴിഞ്ഞോ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചായപ്പീടികയിൽ പോയിരുന്ന് ഒരു കാലിച്ചായയും കാജാബീഡിയും വലിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കരിച്ചിറങ്ങുന്നവൻ സുബ്ഹാനല്ലാഹ്, ആ തങ്ങൾ ശരിയല്ല, മറ്റേ മുസ്ലിയാർ ശരിയല്ല, ആലിമീങ്ങളെ പറ്റി തെറി പറയുകയാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട തങ്ങന്മാരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. യുസ്ബിഹു യുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ് അഹ്ലുബൈത്ത്, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ് ഉലമാക്കള്. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളായ അഹ്ലുബൈത്തിനെ, സാദാത്തുക്കളെ, അതുപോലെ ആലിമീങ്ങളെ, സാലിഹീങ്ങളെ ഇല്ലാത്ത പൊല്ലാത്ത ആക്ഷേപങ്ങൾ കൊണ്ട് അവർക്ക് ദുരഭിമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള വാചക കസറത്തുകൾ അതാ സുബഹി നിസ്കരിച്ച് ചായപ്പീടികയിൽ പോയിരുന്ന് അവന്റെ ആളുകളെ കാണുമ്പോൾ അവരെ സുഖിപ്പിക്കാനും അവരെ രസിപ്പിക്കാനും അവരെ ചിരിപ്പിക്കാനും വേണ്ടി വർത്തമാനം പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിന് നിഷ്കളങ്കമായി ഖിദ്മത്തെടുക്കുന്ന ആലിമീങ്ങളെയും തങ്ങന്മാരെയും തെറി വിളിച്ചാൽ യുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ. അവനതാ പ്രഭാതമായപ്പോൾ അവൻ അവിശ്വാസിയായി. സഹോദരങ്ങളെ, ദീൻ അവനിൽ നിന്ന് ഊരപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത്തരം ആളുകൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ ആലിമീങ്ങളും ആലിമീങ്ങളാണ്, എല്ലാ സാദാത്തുക്കളും സാദാത്തുക്കളാണ്. അവര് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ്. ഇവിടെ നമുക്ക് പ്രഭാഷണം നടത്തി തന്ന, ഉദ്ഘാടനം നിർവഹിച്ചു തന്ന മഹാനായ KS ആറ്റക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ കുമ്പോൾ സയ്യിദ് മുഖ്താർ തങ്ങളടക്കം ഒരുപാട് അഹ്ലുബൈത്ത് കേരളത്തിലുണ്ട്. മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരുണ്ട്. വഫാത്തായി പോയ താജുൽ ഉലമ ഉള്ളാള് തങ്ങളടക്കം ഒരുപാട് മഹാന്മാരായ സാദാത്തുക്കളുണ്ട്. എല്ലാ സാദാത്തുക്കളെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും
സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവരെ ശറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ. അഹ്ലു ബൈത്ത് ആരാ? അവരുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തം മുത്തുനബിയുടെ രക്തമാ. അവരുടെ ധമനികളിലൂടെ പ്രവഹിക്കുന്ന ചോര അത് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോരയാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. അഹ്ലു ബൈത്തിനെ അധിക്ഷേപിക്കുന്നവർ, ആലിമീങ്ങളെ തെറി വിളിക്കുന്നവർ, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. കാരണം എന്തിനു വേണ്ടിയാണ് അവരത് പറയുന്നത്? ദുനിയാവിന്റെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്, അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സലാമത്താക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ظهر الفساد بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. പല സ്ഥലങ്ങളിലും ഇന്ന് ഭൂകമ്പമാണ്, ഭൂമി കുലുക്കമാണ്, ഒരുപാട് നാശങ്ങളാണ്, സുനാമി പോലത്തെ പ്രകൃതിക്ഷോഭങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ്, കരയിലും കടലിലും മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച പരിണിത ഫലമായിട്ട് കരയിലും കടലിലുമെല്ലാം മനുഷ്യന്റെ ചെയ്തികളുടെ ഇടപെടലുകളുടെ ഫലമായിട്ട് മാറ്റങ്ങളുണ്ടാകുമ്പോൾ അത് അവസാന നാളിന്റെ ലക്ഷണമാണ്. പോരാ والذي نفسي بيدي لا تذهب الدنيا لا يدري القاتل فيما قتلا والمقتول فيما قتلا. ധാരാളമായി കൊലപാതകങ്ങൾ വർദ്ധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത്യനാൾ സമാഗതമാകുമ്പോൾ ധാരാളം കൊലപാതകങ്ങൾ വർദ്ധിക്കും. എങ്ങനെയാണ് വർദ്ധിക്കുക? ലാ തദ്ഹബു ദുനിയാ ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതലാ വൽ മഖ്തൂലു ഫീമാ ഖുതിലാ. കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടതെന്ന്, കൊന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊന്നതെന്ന്. കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ ഒരു പള്ളിയിലെ ഒരു മുഅദ്ദിൻ മരണപ്പെട്ടു, കഴുത്തറുത്തു കൊല്ലപ്പെട്ടു. അദ്ദേഹം അറിഞ്ഞില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെടുന്നതെന്ന്. ചില വർഗീയ ശക്തികൾ അദ്ദേഹത്തെ കൊന്നു. ആർക്കറിയില്ല എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ കൊല്ലുന്നതെന്ന്. ഇങ്ങനെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരാ, നമ്മൾ എന്തു വേണം? ആരോ ഒരാൾ ഒരു സ്ഥലത്ത് കൊന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കാളപ്പെറ്റെന്ന് കേട്ട് കയറെടുക്കുന്നത് പോലെ നമ്മളൊരു കടാരയും എടുത്ത് ഏതോ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവന്റെ അടിവയറ്റിലേക്ക് ആ കടാര കുത്തിയിറക്കാനല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ ആക്രമിക്കാൻ പോകണ്ട. നമ്മളാരെയും നമ്മൾ കൊല്ലാനും തല്ലാനും പോകണ്ട.
പോകണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തണം, നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തണം. എന്താണ് ആ തയ്യാറെടുപ്പ്? ഓ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, കരാട്ട പഠിക്കലല്ല, കളരി പഠിക്കലല്ല, കുങ്ഫു പഠിക്കലല്ല, ജൂഡോ പഠിക്കലല്ല, തൈക്കൊണ്ടോ പഠിക്കലല്ല, മാർഷൽ ആർട്സ് പഠിക്കലല്ല, ജിംനേഷ്യനിൽ പോയിട്ട് മസിലും പെരുക്കി ആട്ടിന്റെ കൊമ്പ് മാതിരി മുടിയും വെച്ചിട്ട് കുറെ ബ്ലൗസ് പോലത്തെ പാന്റും ഷർട്ടും ടീഷർട്ടും ഇട്ട് പെർഫോമൻസ് കാണിച്ച് നടക്കാനല്ല. പിന്നെ ഈമാൻ ഉണ്ടാക്കണം ചെറുപ്പക്കാരാ, എന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരാ. നിന്റെ കഴുത്തിൽ നാളെ ഒരു വർഗീയവാദി കടാര വെച്ചിട്ട് നിന്റെ കഴുത്തറുത്ത് നിന്നെ കൊലപ്പെടുത്തിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഉറക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ലോകത്തോട് വിട പറയാൻ നിനക്ക് സാധ്യമാകണം. നിനക്ക് തൗഫീഖ് കിട്ടണമെങ്കിൽ നീ എന്ത് വേണമെന്നറിയുമോ? അല്ലാഹുവിനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിക്കണം ചെറുപ്പക്കാരാ. മഹാനായ റിയാസ് മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടോ? അദ്ദേഹം പള്ളിക്കകത്ത് ഒലുവെടുത്തിരുന്ന ചെറുപ്പക്കാരനാ, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനാ. അക്രമികൾ കടാര വെച്ചിട്ട് കഴുത്തറുത്ത് വന്നിട്ടും ആ ജനാസയിലെ പുഞ്ചിരി മായ്ക്കാൻ ലോകത്തൊരു വർഗീയവാദിക്കും സാധിക്കുകയില്ല. ലോകത്ത് കടന്നു വന്ന ഒരു ലോകത്തെ ദുശക്തികൾക്കും ആ റിയാസ് മുസ്ലിയാരുടെ ജനാസയിൽ വിടർന്നു വന്ന പുഞ്ചിരിയുണ്ടല്ലോ, ശുഹദാക്കളുടെ പുഞ്ചിരിയുണ്ടല്ലോ, ഷഹീദിന്റെ പുഞ്ചിരിയുണ്ടല്ലോ, അത് മായ്ക്കാൻ ലോകത്തൊരു കടാരയ്ക്കും സാധ്യമല്ല, ലോകത്തൊരു തോക്കിനും സാധ്യമല്ല, ലോകത്തൊരു ആറ്റം ബോംബിനും സാധ്യമല്ല. സഹോദരാദി ഈമാനാണ്. അദ്ദേഹം ഒതോടുത്തിട്ടാ പിരുന്നത്, പള്ളിയിൽ ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിട്ടായിരുന്നത്, അല്ലാ 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 എന്ന ദിക്ർ ചൊല്ലിയിട്ടായിരുന്നത്. സഹോദരാ, എവിടെ വെച്ച് മരിച്ചാലും എങ്ങനെ മരിച്ചാലും പടഞ്ഞ് മരിച്ചാലും രക്തം വാർന്നൊഴുകി മരിച്ചാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ, ഷഹീദായി മരിക്കാൻ, ജനാസയായി കിടക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതിനെന്ത് വേണം? നാളെ ആയുധമെടുത്തിട്ട് തെരുവിന്റെ കവലയിലിറങ്ങിയിട്ട് റിയാസ് മുസ്ലിയാരുടെ കൊലപാതകത്തിൽ കൊല നടത്തിയവനെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞ് തെരുവിന്റെ കവലയിലിറങ്ങി ബഹളം വെച്ച് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടായില്ല. ആരെങ്കിലുമൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാറാലകളെ പറഞ്ഞത് കൊണ്ടായില്ല. സുബഹി ഖലാകാതെ നിസ്കരിക്കാൻ കഴിയണം കേട്ടോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ കഴിയണം കേട്ടോ, എപ്പോഴും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം കേട്ടോ, ഒരു തിന്മയായ കാര്യങ്ങളും പ്രവർത്തിക്കാതെ എവിടെ വെച്ചും മരിക്കാൻ മുഅ്മിനായ മനുഷ്യൻ. നമ്മുടെ ചരിത്രങ്ങൾ മുഴുവനും അങ്ങനെയാ. മഹാനായ കുമ്പോല് സാദാത്തുക്കൾ പറഞ്ഞില്ലേ, ബദറിൽ മുഅ്മിനീങ്ങൾ അനുഭവിച്ചതാ. നമ്മുടെ മുൻഗാമികൾ ബദർ കണ്ടവരാ, ഉഹദ് കണ്ടവരാ, ഖന്തക്ക് കണ്ടവരാ, ഖൈബർ കണ്ടവരാ, തബൂക്ക് കണ്ടവരാ. അല്ലാഹുവിന്റെ റസൂലിനെ പോലും ഒരുപാട് വേദനകൾ വേട്ടയാടിയില്ലേ സഹോദരാ. അപ്പോഴെല്ലാം സഹാബത്തിന്റെ കയ്യിലുള്ള ആയുധമെന്താ? കലോഷിനുക്കോവ് തോക്കല്ല, ആറ്റം ബോംബല്ല, കടാരയല്ല, വാളല്ല, കത്തിയല്ല, വടിവാളല്ല, കുന്തമല്ല, ചാട്ടുളിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യമാണ് സഹാബത്തിന്റെ ഈമാൻ. ആയുധമുണ്ടാക്കാനല്ല ചെറുപ്പക്കാരാ പുറപ്പെടേണ്ടത്, ഈമാൻ ഉണ്ടാക്കാനാണ് ചെറുപ്പക്കാരാ പുറപ്പെടേണ്ടത്. ഈമാൻ എന്ന ആയുധം എന്റെയും നിങ്ങളുടെയും കൈവശമുണ്ടെങ്കിൽ എവിടെ വെച്ചും നമ്മൾ കൊല്ലപ്പെടട്ടെ, ആരും നമ്മളെ വെട്ടിവെച്ച് കൊല്ലട്ടെ, ആരും നമ്മളെ കഴുത്തിൽ കടാര വെച്ച് മുറിക്കട്ടെ, ഇല്ല. മുഅ്മിനായ മനുഷ്യന്റെ സ്വർഗം എവിടെയാ? ദുനിയാവല്ല. മുഅ്മിനായ മനുഷ്യന്റെ സ്വർഗം ആരംഭിക്കുന്നത് ഖബറിലാ. മുഅ്മിനായ മനുഷ്യന്റെ സ്വർഗം ആരംഭിക്കുന്നത് ആഖിറത്തിലാ. ആഖിറത്തിൽ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഖബറിൽ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച്, ഈമാനിൽ അടിയുറച്ച് ഞാനും നിങ്ങളും നിൽക്കേണ്ടതുണ്ട്. അല്ലാതെ വാളുണ്ടാക്കാനല്ല. സഹാബത്തിന്റെ ഈമാൻ, ബദരീങ്ങളുടെ ഈമാൻ,
അവര് ജയിച്ചത് എങ്ങനെയാണ്? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സഹാബത്തിന്റെ മുദ്രാവാക്യം ഇതായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, സഹാബത്തെ നമ്മളെ 313 ആളുകളല്ലേ ഉള്ളൂ, മറുപക്ഷത്ത് ആയിരങ്ങളാ. അവരുടെ കയ്യിൽ ആയുധമുണ്ട്, അമ്പാരിയുണ്ട്, ആനയുണ്ട്, ചാട്ടുളിയുണ്ട്, കുന്തമുണ്ട്. അവരുടെ കയ്യിൽ അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, സൈബത്തുണ്ട്, വലീദുണ്ട്. അവരാർത്തുലച്ചു വരികയാ. അറബിക്കടലിന്റെ അലമാലകൾ പോലെ ആയുധ സമ്പന്നരായി, ആർഭാട സമ്പന്നരായി, സർവായുധ സജ്ജരായി പടക്കളത്തിലേക്ക് പുലിക്കുട്ടികളെ പോലെ പടക്കുതിരകളെ പായിച്ച് അകുട്ടച്ചക്കുട്ടും അതിൽ ബമ്പപ്പിമ്പപ്പും അതിൽ ഒറ്റത്താളം ചൂളമിട്ട് മദ്ദളം വീശലും അതിൽ ചെലക്കം കൈമണി ഏലലം പാലേലം പുതുപ്പേലം കൊണ്ടാടി പാടിത്തുടങ്ങുന്നു ബദർപട വരവാനെ, ബദർപട വരവാനെ, ഖുറൈശികൾ വരവാനെ. 313 ആളുകളാ മറുപക്ഷത്തുള്ളത്. അവരുടെ കയ്യിൽ ആയുധമില്ല. ഒട്ടിയ വയറുകളാ, പൊട്ടിയ വാളുകളാ, മുടന്തൻ കുതിരകളാ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, അല്ലാഹുവിന്റെ മുദ്രാവാക്യമാ. ഞങ്ങൾക്ക് ലോകത്ത് ആയുധമില്ലടോ. അമേരിക്കക്കാരൻ ഞങ്ങളെ സഹായിക്കില്ല. റൊണാൾഡ് ട്രംപ് നമുക്ക് സഹായത്തിന് വരില്ല. മോസ്കോയില് ആ പുടിൻ വരികയില്ല. ലോകത്തൊരുത്തനും ഞങ്ങളെ സഹായിക്കണ്ട. ഞങ്ങളുടെ സഹായി അല്ലാഹ്, ഞങ്ങളുടെ സഹായി അല്ലാഹ്. ബദരീങ്ങളെ പടക്കളത്തിലിറങ്ങിയപ്പോൾ തീവാറുന്ന പോരാട്ടമല്ലേ നടന്നത്? സഹോദര, ആയുധത്തിന്റെ വിജയമല്ല ബദറിൽ നടന്നത്, ഈമാനിന്റെ വിജയമാ. ഈമാനുണ്ടാക്കാനാ ഞാനും നിങ്ങളും നോക്കേണ്ടത്. അതിനെന്ത് വേണം? അള്ളാഹുവിനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിക്കണം. എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറണം. എല്ലാവരോടും സൗമ്യത കാണിക്കണം. എല്ലാ ജനങ്ങളോടും സൗഹാർദ്ദത്തിൽ കഴിയണം. ഏതെങ്കിലും ഒരു ജനവിഭാഗം ഉപരിവിപ്ലവാത്മകമായി വിവേകശൂന്യമായി പെരുമാറിയാൽ അവർക്ക് മാപ്പ് കൊടുക്കണം. അവരോട് കാരുണ്യത്തിന്റെ രീതിയിൽ വർത്തിക്കണം. നല്ല നിലയിൽ പെരുമാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നറിയിപ്പ് നൽകിയതാ. ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതലാ വൽ മഖ്തൂലു ഫീമാ ഖുതിലാ. കൊല ചെയ്യുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊലപാതകം നടത്തുന്നതെന്ന്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നതെന്ന്. ലാ തദ്ഹബു ദുനിയാ വല്ലദീ നഫ്സീ ബിയദിഹി. എന്റെ നഫ്സ്, എന്റെ റൂഹ് അതാരുടെ കയ്യിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം. ഈ ദുനിയാവ് അന്ത്യനാള് സംഭവിക്കുകയില്ല. ദുനിയാവിൽ ഒരു കൊല്ലപ്പെടുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നതെന്ന്. കൊല ചെയ്യുന്നവനും അറിയില്ല എന്തിനാണ് ഞാൻ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന്. ഇവിടെ മുഖ്താർ തങ്ങളെ കൊണ്ടോല് സാദാത്തുക്കളെ പറഞ്ഞില്ലേ, ഫലസ്തീനിന്റെ ഇടനാടുകളിൽ പാവങ്ങളെ വെടിയേറ്റ് മരിക്കുകയാ, ലിബിയയിൽ കൊല്ലപ്പെടുകയാ, സഹോദരങ്ങളെ അഫ്ഗാനിസ്ഥാനിൽ പടഞ്ഞ് മരിക്കുകയാ, ഇറാഖിന്റെ തെരുവുകളിൽ, ബാഗ്ദാദിന്റെ തെരുവുകളിൽ പാവങ്ങളെ മരിക്കുകയാ. ബാഗ്ദാദിന്റെ തെരുവുകളിൽ സയനിസ്റ്റ് പട്ടാളം, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഖ്യസേന ഇറാഖിലെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ചോര പൈതലിനെ വെടിവെച്ചു കൊല്ലുമ്പോൾ ആ വെടിവെക്കുന്ന പട്ടാളക്കാരനറിയില്ല എന്തിനാ ഞാൻ ഈ പിഞ്ചു പൈതലിനെ വെടിവെക്കല് ലോകത്ത് നടമാടുമ്പോൾ. അതാര് പറഞ്ഞതാ? എന്റെയും ഞങ്ങളുടെയും കൽബിന്റെ വിളക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. എന്തിനാണ്? ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതലാ വൽ മഖ്തൂലു ഫീമാ ഖുതിലാ. ഇത് ഹാമിദ് യാസീൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും ലോകത്ത്. ഇതാണ് ലോകം. അപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാകുക. ഞാനും നിങ്ങളും ആ അന്ത്യനാളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. നല്ല പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണ്ട, ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ എഴുന്നേറ്റ്.
എല്ലാവരും. ആ ചെറുപ്പക്കാർ എഴുന്നേക്ക, പ്രായമുള്ള ഉപ്പമാരോട് സുഖമില്ലാത്തവരൊന്നും എഴുന്നേക്കണ്ട, എല്ലാവരും ഒന്ന് ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നോളൂ, സമയമായില്ല. 10-10:30 ആവുമ്പോ നമുക്ക് നിർത്തിയാ പോരെ? 10:30 നിർത്താം അല്ലേ പ്രസിഡന്റ്? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ പ്രസംഗിക്കണ്ടേ? നാളെ ഇവിടെ മാത്രം പ്രസംഗിച്ചാൽ മതി. ഇന്നലെ മലപ്പുറത്ത് പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചെല്ലിയ മുത്തുനബിയുടെ പേരിൽ സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂന്തിങ്കൾ വാനിലോദീതേ ആബദാ ഇൻതാൾ വരയിൽ ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമാനാം ഹബീബേ സല്ലല്ലാഹു. എല്ലാവരും ഉറക്കെ മുഹമ്മദ്. ആമീന മോനെ പൊന്മോനെ ആലങ്ങൾ വാഴ്ത്തും പൂമാനെ സല്ലല്ലാഹു മുഹമ്മദ് അലൈഹി വസല്ലം. പൂർണ്ണരാം അബ്ദുള്ള തന്റെ ആറ്റലായ കൺമണിയേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലെത്തിക്കണേ അല്ലാഹുവേ തമ്പുരാനെ, പടച്ചവനെ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ മദീനയിലെത്തിക്കണേ ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന പേരൂർ മഖാം റൂസിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ വലിയ അവറാൻ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖാദി അവറാൻ വലിയുല്ലാഹ് അവിടുത്തെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് കൊടുക്കണേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടി കൊടുക്കണേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹുവേ, ധാരാളം രോഗികൾ ഞങ്ങളുടെ മജ്ലിസിലുണ്ട് അവരുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ മാറ്റി നൽകണേ ഒരുപാട് ഉമ്മമാര് പെങ്ങന്മാര് വയലിന്റെ മജ്ലിസിൽ വന്നിട്ടുണ്ട്. പ്രായമുള്ള ഉപ്പമാര് സദസ്സിൽ ഒരുപാട് രോഗികളാണ്. അവർക്ക് നടുവേദന, നട്ടൽ വേദന, തലവേദന, വയറുവേദന, കാൽമുട്ടുവേദന, കൈകാൽ കഴപ്പ്, തലതരിപ്പ്, കിഡ്നിയുടെ കംപ്ലൈന്റ്, ഹാർട്ടിന്റെ കംപ്ലൈന്റ്, ഒരുപാട് കംപ്ലൈന്റുകളുമായി പ്രായത്തെ അവമതിച്ചുകൊണ്ട് ഈ വയലിന്റെ മജ്ലിസിൽ ദുആഇന് ഇജാബത്ത് പ്രതീക്ഷിച്ച് പാവങ്ങളും നിഷ്കളങ്കരുമായ ഉപ്പമാര്, പ്രായമുള്ള ഉമ്മമാര്, കുഞ്ഞുമക്കളടക്കം ഈ സദസ്സിലുണ്ട് ഈ ദീനിന്റെ കാവൽ ഭടന്മാരായ ചെറുപ്പക്കാരുണ്ട് എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണം എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ, രോഗികളായി കഴിയുന്നവർക്ക് നീ ശിഫാ കൊടുക്കണേ മഹാനായ കുമ്പോൾ മുഖ്താർ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു,
അവിടുത്തെ പ്രിയങ്കരനായ പിതാവ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അവിടുത്തേക്ക് ഹാർട്ട് സംബന്ധമായ സർജറി കഴിഞ്ഞ് ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ, നീ അവിടുത്തേക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. കുമ്പോൾ സാദാത്തുക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഈ കാസർഗോഡ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഉത്തരമേഖലകളെ മുഴുവനും അഹ്ലു ബൈത്തിന്റെ പ്രതാപം കൊണ്ട് ഉത്തരോത്തരം ഉയർത്തിയ സാദാത്തുക്കളാണ് കുമ്പോൾ സാദാത്തുക്കൾ. ആ കുടുംബങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിക്കണേ അല്ലാ. പാപികളായ സാധുക്കളായ നമുക്ക് അഹ്ലു ബൈത്തിന്റെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ ഖാദിസിയയിലെ കുവൈത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകനായ നവാസിന്റെ സഹോദരൻ ഷാനവാസ് എന്ന 35 വയസ്സുകാരൻ ബ്രെയിനിന് ചെറിയൊരു വിഷമമായിട്ട് ICUവിൽ അതാ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന് പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. പൊടുന്നനെ വീണുപോകുന്ന അത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. 3 ചെറിയ പിഞ്ചോമന മക്കൾ ഷാനവാസിനുണ്ട്. അവർക്ക് ആ വാപ്പയെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരിയായ ഭാര്യയുണ്ട് റബ്ബേ, നീ ആ ഭാര്യയിലേക്ക് ഭർത്താവിനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അങ്ങനെ 100,000 ആളുകൾ ക്യാൻസറിന്റെ വിഷമം പറഞ്ഞവരുണ്ട് അല്ലാ. മൂത്രസഞ്ചിക്ക് തകരാറുള്ളവരുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ ഞങ്ങൾ ഉള്ളാളത്ത് മദനി കോളേജിൽ പഠിക്കുമ്പോൾ താജുല്ലമ ഉള്ളാള് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സബക്കിൽ പറയും, താഴക്കോട് വലിയല്ലെങ്കിൽ പിന്നാരാടാ വലിയ എന്ന് ഞങ്ങളോട് താജുല്ലമ ഉള്ളാള് ഞങ്ങൾ പരിചയപ്പെടുത്തിയ മഹാനായ താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദിന്റെ ആഫിയത്ത് നീ ഏറ്റി തരണേ അല്ലാ. 87 വയസ്സ് പ്രായമുണ്ട്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന ഉസ്താദാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് ദുആരക്കാനും ഞങ്ങൾക്ക് ദുആ വസിയത്ത് പറയാനും ഞങ്ങൾ കോടിച്ചെന്ന് മന്ത്രിപ്പിക്കാനുമുള്ള ഉസ്താദാണ്. ഞങ്ങൾ ആയുസ് അവിടുത്തേക്ക് നൽകിയിട്ടെങ്കിലും ഞങ്ങളുടെ താഴക്കോട് ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. നീ ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തേക്കൊരു വിഷമവും കൊടുക്കല്ലേ അല്ലാ. അവരുടെ ദുആയാണ് ഞങ്ങളാക്കിയത്. നീ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടുത്തെ മഹല്ലിലെ ഖത്തീബടക്കം പ്രസിഡന്റ് അടക്കം സെക്രട്ടറിമാരടക്കം വൈസ് പ്രസിഡന്റുമാരടക്കം ജോയിന്റ് സെക്രട്ടറിമാരടക്കം ഉറൂസ് കമ്മിറ്റിയുടെ കൺവീനറടക്കം സംഘാടകരടക്കം അല്ലാ, ഇവിടെ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രായമുള്ള ഉപ്പമാരടക്കം ഉമ്മമാരടക്കം പെങ്ങന്മാര് കുഞ്ഞുമക്കളെ ചെറുപ്പക്കാര് അല്ലാ, ഇവിടെ വന്നെത്തിയ മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിൽ മുത്തായ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പടച്ചവനെ നീ അനുഗ്രഹം നൽകണേ അല്ലാ. വിനീതനായ ഹാമിദ് യാസീന്റെ മജ്ലിസിൽ വന്ന ഈ ഒരൊറ്റ ഇന്നുവരെ ഏതൊക്കെ സദസ്സിൽ ആരെല്ലാം വന്നോ അവരാരെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. ബക്കറ്റുമായിട്ട് സംഘാടകരൊന്ന് പോയാലേ, ബക്കറ്റ് കൊണ്ടുപോകാറുണ്ടോ? ബക്കറ്റുമായിട്ട് സംഘാടകർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഇരിക്കുക. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അതുകൊണ്ട് സംഘാടകർ വരുമ്പോൾ നമ്മൾ ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. അനങ്ങാപ്പാറ നയമൊന്നും ആരും സ്വീകരിക്കരുത്. നിങ്ങൾ എല്ലാവരും കൊടുക്കുക. മഹാനായൊരു വലിയന്റെ ഉറൂസ് മുബാറക്കാണ് ഇവിടെ നടക്കുന്നത്. ആ മഹാന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടുത്തെ തർബിയത്തും തണലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. ആ സംഘാടകർ ഉമ്മമാരുടെ ഭാഗത്തേക്ക് കുട്ടികൾ ആരെങ്കിലും പറഞ്ഞ് ബക്കറ്റുമായി പറഞ്ഞു വിടണം. എന്റെ ഉമ്മമാരൊക്കെ സഹകരിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അന്ത്യനാളാകുമ്പോൾ, അന്ത്യനാള് സമാഗതമായാൽ വ്യഭിചാരം വർദ്ധിക്കുകയാണ്, വ്യഭിചാരം വർദ്ധിക്കുകയാണ്. സ്വന്തം ഭർത്താവിന്റെ അനുജൻ
ആ ജ്യേഷ്ഠന്റെ ഭാര്യയെ വ്യഭിചരിക്കുകയാണ്. ഇന്ന് ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല. സ്വന്തം മകളെ പിതാവ് പീഡിപ്പിക്കുന്ന കാലമാണ്. വ്യഭിചാരം അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പത്രമാധ്യമങ്ങൾ മറിച്ചു നോക്കിയാൽ സ്വന്തം ഉമ്മയുടെ പിതാവ് ആ ഉമ്മയുടെ മകളെ, അതായത് പേരക്കുട്ടിയെ, പുള്ളിയെ വ്യഭിചരിക്കുകയാണ്. അങ്ങനത്തെ കാലഘട്ടം. ഹബീബായ തങ്ങൾ പറയുകയാണ്, ലൗ ജാമ ഇംറഅതൻ ഫി ത്വരീഖിൽ ഫഅൽതും ലാ يقوم الساعة حتى يتصافد الناس كما يتصافد البهائم في الطريق. എന്താണ് ഈ ഹദീസ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം വർദ്ധിക്കും. എങ്ങനെ? വഴികളിൽ പോലും ആളുകൾ വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരും. വഴികളിൽ കിടന്ന് പച്ചയായി വ്യഭിചരിക്കും. ലാ യഖൂമു സ്സാഅ ഹത്താ യതസാഫദ الناس കമാ യതസാഫദുൽ ബഹായിമു ഫിൽ ത്വരീഖ്. കണ്ടിട്ടില്ലേ നാൽക്കാലികൾ? നായ അത് വഴിയിൽ വ്യഭിചരിക്കും. നാൽക്കാലികൾ വഴിയിൽ കിടന്ന് ഇണചേരുകയാണ്. എന്നാൽ ഇതുപോലെ മനുഷ്യന്മാർ വഴികളിൽ കിടന്ന് ഇണചേരുന്ന കാലഘട്ടം വരെ വ്യഭിചാരം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലഘട്ടത്തിന്റെ ഉദാഹരണം പറയുകയാണ്. അന്ത്യനാളാകുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കുകയാണ്. ലാ തഖൂമു സ്സാഅത ഹത്താ തൂജദൽ മർഅതു നഹാറാ ലാ യുൻകിറു ദാലിക അഹദുൻ. രാത്രി എല്ലൂർ ടൗണിൽ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, പാലക്കാടിൽ, മലപ്പുറം ജില്ലയിൽ, പത്തനംതിട്ടയിൽ, കോട്ടയത്ത്, ഇടുക്കിയില്, വയനാട്ടില്, സഹോദര, കേരളത്തിന്റെ ജില്ലകളിലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ നഗരമധ്യങ്ങളിലും, ബാംഗ്ലൂരിലും, ചെന്നൈയിലും, കോയമ്പത്തൂരിലും, സഹോദര, കൊൽക്കത്തയിലും, മദ്രാസിലുമെല്ലാം എന്നല്ല, മോസ്കോയിലും, ബീജിംഗിലും, ലോസ് ആഞ്ചൽസിലും, വാഷിംഗ്ടണിലും, ടെക്സാസിലും, ഡള്ളാസിലും, ന്യൂയോർക്കിലും, ലോകത്തിന്റെ നാനാതിക്കിലും തിരക്കിലുമെല്ലാം, ദിക്കിലും ഭാഗങ്ങളിലുമെല്ലാം, എല്ലാ തിരക്കിനിടയിലും മനുഷ്യൻ പച്ചയായി വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ലോകഗുരുവേ മുഹമ്മദ് മുസ്തഫ. ലാ തഖൂമു സ്സാഅത ഹത്താ തൂജദൽ മർഅതു നഹാറാ. പട്ടാപ്പകല്, രാത്രിയല്ല സഹോദര, പട്ടാപ്പകല് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന നേരത്ത് നഗരങ്ങളിൽ പരസ്യമായിട്ട് ആണും പെണ്ണും വ്യഭിചാരം നടത്തും. ഒരു മനുഷ്യൻ പോലും അന്നുണ്ടാകൂല്ല. സ്റ്റോപ്പ്, അത് ചെയ്യരുത്, ഇത് ആഭാസമാണ്, ഇത് വേണ്ടാത്തരമാണ്, ഇത് വൃത്തികേടാണ്, ഇത് മ്ലേച്ഛത്തരമാണെന്ന് വിളിച്ചു പറയാൻ ലാ യുൻകിറു ദാലിക അഹദുൻ, അന്നൊരു മനുഷ്യക്കുഞ്ഞുമുണ്ടാകുകയില്ല. ആ തരത്തിൽ ഒരാൾ പോലും എതിർക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ വ്യഭിചാരത്തോട് വ്യഭിചാരം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം സമാഗതമായാൽ അത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റെഡ് സിറ്റികളുണ്ട് ബോംബെയിൽ, ബാംഗ്ലൂരിലുണ്ട്, ബസ് സ്റ്റാൻഡിൽ, ബാംഗ്ലൂരിൽ ബസ് സ്റ്റാൻഡിൽ മജസ്റ്റിക്, ബാംഗ്ലൂരിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി നടന്നാൽ, രാവിലെയും രാത്രിയും നിങ്ങൾ നടന്നാൽ നിങ്ങളെ മാടി വിളിക്കുന്ന പെൺകൊടിമാരുണ്ടാകും. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 500 രൂപയ്ക്കും വ്യഭിചാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുറെ പെൺകോലങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലും കൊൽക്കത്തയിലും മദ്രാസിലും മുംബൈയിലുമെല്ലാം ഉണ്ട് എന്നല്ല, ലോകത്തിന്റെ മിക്കവാറുമുള്ള ഭാഗങ്ങളിലുണ്ട്. അതെല്ലാം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. يتصافد البهائم في الطريق يتصافد الناس كما يتصافد البهائم في الطريق.
വഴിയരികിൽ നാൽക്കാലികൾ ഇണചേരുന്നത് പോലെ ആളുകൾ ഇണചേരുന്ന ഒരു കാലഘട്ടം സമാഗതമാകും. അന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക, ഇത് അവസാന കാലഘട്ടമാണ്. മാത്രമല്ല ലാ യുൻകിറു ദാലിക അഹദുൻ, ഒരു മനുഷ്യനുമെന്ന് പറയൂല ഇത് അരുതായ്മയാണ്, ചെയ്യരുത്, മോശത്തരമാണ്, വേണ്ടാത്തരമാണ്, വ്യഭിചരിക്കരുത്, ലാ തഖറബു സിനാ എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകം പോലും ഉറക്കെ പറഞ്ഞ് ഈ അരുതായ്മയ്ക്കെതിരെ വാക്കുകൊണ്ട് പോലും ഉരിയാടാൻ പോലും ഒരാളുമില്ലാത്ത തരത്തിൽ സഹോദരങ്ങളെ ലോകത്ത് നാശം വിതച്ച് വിതച്ച് നാശം വ്യാപകമാകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് യബഅത്തുല്ലാഹു റീഹൻ തയ്യിബാ ഫയഖ്ബദു റൂഹ കുല്ലി മുസ്ലിമിൻ വമുഅ്മിനിൻ വതഅഖുദുഹും. സുബ്ഹാനല്ലാഹ്. ആ കാലഘട്ടത്തിൽ കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഒരു കാറ്റ് പുറപ്പെടുകയാണ്, ഒരു മന്ദമാരുതൻ പുറപ്പെടും. മുഅ്മിനീങ്ങളെ മുഴുവനും ആ മന്ദമാരുതൻ തലോടും. അവരെല്ലാം ആ കാറ്റിൽ ലോകത്തോട് മരിച്ചു വീഴും. അപ്പോൾ വയബ്കാ ശിറാറുന്നാസ്, കുറെ നശിച്ച ജനങ്ങൾ ഭൂമി ലോകത്ത് ബാക്കിയാകും. കുറെ നശിച്ച ജനങ്ങൾ ഭൂമി ലോകത്ത് ബാക്കിയാകും. യതഹാറജൂൻ കതഹാറുജൽ ഹുമർ, രതിവൈകൃതങ്ങൾ കഴുതകളെപ്പോലെ രതിവൈകൃതങ്ങളിൽ ഏർപ്പെടുന്ന, മ്ലേച്ഛതകൾ ചെയ്യുന്ന, ആഭാസങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമൂഹം, നശിച്ച സമൂഹം ലോകത്ത് ബാക്കിയാകുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വരുമ്പോൾ കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ അന്നതാ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ ഉദിക്കുകയാ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുകയാ. സഹോദരങ്ങളെ, ഇന്നല്ലാഹ ജഅല ബിമഗ്രിബി ബാബൻ യുഖാലു ലഹു തൗബ, മഗ്രിബിൽ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലാഹു ഒരു വാതിൽ വെച്ചിട്ടുണ്ട്, ഒരു കവാടം വെച്ചിട്ടുണ്ട്. ആ കവാടത്തിന്റെ പേരാണ് തൗബ. തൗബയുടെ വാതിൽ അല്ലാഹു മഗ്രിബിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്, പടിഞ്ഞാറിന്റെ ഭാഗത്ത്. ലാ യുഗ്ലഖു മാ ലം തത്ലുഉ അശ്-ശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ കവാടം കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. അന്നേരത്ത് കുറെ ആളുകൾ അതാ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചുപോയി, രക്ഷയില്ല, പള്ളികളിലേക്ക് ഓടിയെത്തുകയാണ്. നിസ്കാരത്തോട് നിസ്കാരമാണ്. ചില ആളുകൾ സുജൂദിലാണ്, ചില ആളുകൾ റുക്കൂയിലാണ്, ചില ആളുകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുകയാണ്. പടച്ചവനേ, ഇല്ല അല്ലാഹ്, ഇനി മുതൽ ഞാൻ കള്ളു കുടിക്കില്ല തമ്പുരാന്, വ്യഭിചരിക്കില്ല തമ്പുരാന്, ഒരു മോശമായ പ്രവർത്തനത്തിലും ഞാൻ ഏർപ്പെടുകയില്ല തമ്പുരാന്, ഒരു വേണ്ടാധീനങ്ങൾ ഞാൻ ചെയ്യുകയില്ല തമ്പുരാന്, നിനക്ക് പരിപൂർണമായി വിധേയപ്പെട്ട് ഞാൻ ജീവിച്ചു കൊള്ളാമല്ല എന്ന് പറഞ്ഞ ആളുകൾ പള്ളിയിലേക്ക് ഓടുകയാണ്. ആളുകൾ സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുകയാണ്. ആളുകളെ ഉള്ള ധനം മുഴുവനും എടുത്ത് ദാനം ചെയ്യുകയാണ്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. കാരണം എന്താണ്? തത്ലുഉ അശ്-ശംസു മിൻ മഗ്രിബിഹാ. അല്ലാഹു അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതിനു മുമ്പ് തൗബ ചെയ്ത് പടച്ചവനിലേക്ക് മടങ്ങുന്ന നല്ലവരെ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് മുഴുവൻ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസാണ്. ചില ആളുകൾക്കെങ്കിലും ഒരു ധാരണയുണ്ടാകും, ഇതൊക്കെ മുസ്ലിയാര് വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ചുമ്മാതങ്ങ് പറയാണെന്ന്. അല്ല,
ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹദീസിനെയും ഒരു വഅദിന്റെ മജ്ലിസിനെയും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല. കാരണം എപ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ എന്നെയും നിങ്ങളെയും പിടികൂടുക എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇത്തരം വഅദിന്റെ മജ്ലിസുകളെയൊക്കെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ? നല്ല പ്രായമുള്ള ഉപ്പമാരെഴുന്നേൽക്കണമെന്നില്ല. ആ ചെറുപ്പക്കാരും കുട്ടികളും ഒന്നെല്ലാവരും എന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വന്നാൽ ബറക്കത്തിനു വേണ്ടി ഒരു സംഭവം പറഞ്ഞ് ഞാൻ എന്റെ മജ്ലിസ് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മഖബൂലിയത്തുള്ള നല്ല സുഹൃതമായി സാധുക്കളായ മോശക്കാരായ പാപികളായ നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ സഹോദരങ്ങളെ? മാ ഹുക്കിയ അൻ ബഅദിൽ മുഹദ്ദിസീൻ. നല്ല പ്രായമുള്ള ഉപ്പമാർ എഴുന്നേൽക്കണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഒന്ന് അടുത്തു വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് നല്ല മജ്ലിസ്, നല്ല നിറഞ്ഞ മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു വന്ന മുഴുവൻ ആളുകൾക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്നോട് വന്നപ്പോൾ നമ്മുടെ മഖാം കമ്മിറ്റി ഉറൂസിന്റെ കൺവീനർ പറഞ്ഞു, വളരെ ആളുകൾ കുറവാണ് ഉസ്താദേ, ഇന്ന് ആർക്കും വഅദിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അത് ശരിയാണ്. അല്ലാഹു നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾക്ക് വഅദിനോടും മറ്റൊക്കെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ വലിയ പരാജയം വരും. അതൊക്കെ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഇൽമു ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ജനങ്ങൾക്കിന്ന് വല്ല വിവരമുണ്ടോ? വിവരമില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് സന്മാർഗം തരട്ടെ. ഈ വഅദിന്റെ സദസ്സുകൾ നമ്മൾ ഒന്നും അവഗണിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അത് വലിയ പരിണിത വിപരീത ഫലമാണ് നമുക്ക് ചെയ്യാം. കണ്ടോ, മാ ഹുക്കിയ അൻ ബഅദിൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊരു സംഭവമുണ്ട്. എന്താണ്? കുറെ ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് പഠിക്കാൻ വേണ്ടി ഡമാസ്കസിലേക്ക് പോയി. ഹദീസ് പഠിക്കാൻ വേണ്ടി അവർ ഡമാസ്കസിൽ പോയത് എന്തിനാണ്? ലിഅഖ്ദിൽ ഹദീസ് അൻ ശൈഖിൻ മശ്ഹൂർ. ഒരു വലിയ പ്രസിദ്ധനായ ഒരു ഹദീസ് പണ്ഡിതൻ ഡമാസ്കസിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഹദീസ് പഠിക്കാൻ കുറെ ആളുകൾ പോയി, പണ്ഡിതന്മാർ. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ കുറെ ഹദീസ് വായിച്ചു. അദ്ദേഹം വായിച്ചു, അവർ കേട്ടു. അങ്ങനെ അവർ ഹദീസ് പഠിക്കുകയാണ്. പക്ഷേ ലാകിന്നഹു കാന ബൈനി വ ബൈനഹു ഹിജാബ്. ഹദീസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ഇടയിലും ഹദീസ് പറയുന്ന പണ്ഡിതന്മാർക്കിടയിലും ഒരു ഹിജാബുണ്ട്, ഒരു കർട്ടനുണ്ട്, ഒരു മറയുണ്ട്. എന്ന് പറഞ്ഞാൽ വലം യറ വജ്ഹഹു. ആ ഹദീസ് പഠിക്കാൻ വന്ന പണ്ഡിതന്മാരിൽ ഒരാളും ഇന്നുവരെ ഉസ്താദിന്റെ മുഖം കണ്ടിട്ടില്ല. ഫലമ്മാ ഖാലത്ത് മുലാസമത്തുഹു. ഇങ്ങനെ കുറെ കാലമങ്ങ് കടന്നുപോയി. ഫറആ, സഹോദരങ്ങളെ, അവരിൽ ഒരാൾ പറയുകയാണ്, നമ്മൾ ഇന്നുവരെ നമ്മുടെ ഉസ്താദിന്റെ മുഖം കണ്ടിട്ടില്ല. നമ്മൾ ഇന്നുവരെ ഉസ്താദിന്റെ മുഖം കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് കാണണം എന്ന് അവരിൽ ചില ആളുകൾ ആവശ്യപ്പെട്ടു. അന്നേരത്ത് എന്താണ് സഹോദരങ്ങളെ, ഒരു ഹദീസിനെയും ഒന്നിനെയും നമ്മൾ ദീനിന്റെ ഒരു ഖുർആൻ, ഒരു ഹദീസ്, ഒരു വഅദിന്റെ മജ്ലിസിൽ നിന്ന് കേട്ടത് ഒന്നും നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നിസ്സാരപ്പെടുത്തിയാൽ വലിയ ഭവിഷ്യത്ത് നമ്മൾ നേരിടും എന്ന് പറയുന്നതിന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് മഹാന്മാർ ഉദ്ധരിക്കുന്ന സംഭവമാണ് ഈ സംഭവം. അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ അവർ മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. عن النبي صلى الله عليه وسلم أما يخشى أحدكم أو لا يخشى أحدكم إذا رفع رأسه قبل الإمام أن يجعل الله رأسه رأس حمار أن يجعل الله صورته صورة حمار. ഇതൊരു ഹദീസാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഇമാമും മഅ്മൂമും, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമിനെ ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല.
റുക്കൂഇലേക്ക് പോകുമ്പോൾ ഇമാമ് പോയി പൂർണ്ണമായതിനു ശേഷമേ പോകാൻ പാടുള്ളൂ. അതുപോലെ റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ ഇമാമ് ഉയർന്ന് പൂർണ്ണമായതിനു ശേഷമേ നമ്മൾ ഉയരാൻ പാടുള്ളൂ. അല്ലാതെ ഇമാമിനെക്കാൾ മുന്തുന്നൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അയ്യജഅലല്ലാഹു സൂറത്തഹു സൂറത്ത ഹിമാർ, ഔ യജഅലല്ലാഹു റഅസഹു റഅസ ഹിമാർ, അവന്റെ തലയെ, അവന്റെ രൂപത്തിനെ അല്ലാഹു കഴുതയുടെ രൂപം പോലെ മാറ്റിമറിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതൊരു ഹദീസാണ്. അൽ ഖൗലുൽ ളാഹിറു റാജിഹുൻ, ഈ ഹദീസിന്റെ ളാഹിർ അത് വ്യക്തമാണ്. വഹംലുഹു അലൽ ളാഹിർ, ഈ ഹദീസിനെ ചുമത്തേണ്ടത് ആ ളാഹിറിൽ തന്നെയാണ്, അതിന്റെ വ്യക്തമായ അർത്ഥത്തിൽ തന്നെയാണ്. വലാ ഹാജത ഇല തഅ്വീലി മഅ മാ ഫീഹി, ഇതല്ലാത്ത മറ്റൊരു ആലങ്കാരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടപ്പോ തന്നെ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും, ഇമാമിനേക്കാൾ ഒരൽപ്പം റുക്കൂയിൽ നേരത്തെ എഴുന്നേറ്റെന്നും പറഞ്ഞ് കഴുതയുടെ തലയായിട്ട് മാറുമോ, കഴുതയുടെ രൂപമായിട്ട് കോലം മറിയുമെന്ന ഹദീസോ? അത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയായി നിവേദനം ചെയ്ത ഹദീസോ? നിങ്ങളുടെ മനസ്സിലും ഒരു സംശയം മുളപൊട്ടിയിട്ടുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെ അവരിൽ ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ ഉസ്താദിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് കണ്ടാലോ? അങ്ങനെ അവരിലൊരു മുത്തഅല്ലിമ വന്ന് ഉസ്താദിന്റെ കർട്ടനങ്ങ് മാറ്റുകയാണ്. ഫറആ വജ്ഹഹു വജ്ഹ ഹിമാർ, ഹദീസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മുഖമതാ കഴുതയുടെ മുഖം പോലെ ഇരിക്കുകയാണ്. കെട്ടുകഥ പറയുന്നതല്ല. തുഹ്ഫത്തുൽ അഹ്വദ് എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാരായ അയിമ്മത്ത് ഉദ്ധരിക്കുന്ന സംഭവമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം. ഈ മക്കള് നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മുഖം കഴുതയുടേതാണോ? അന്നേരത്ത് ആ പ്രഗൽഭനായ ഹദീസ് പണ്ഡിതൻ അവിടുത്തെ മുത്തഅല്ലിമീങ്ങളോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ നിലവിളിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞാൻ നേരത്തെ നിങ്ങളോട് ഓതി കേൾപ്പിച്ചു തന്ന ഹദീസില്ലേ, ആ ഹദീസ് ഞാനിങ്ങനെ ഓതിയപ്പോൾ എന്റെ മനസ്സിന്റെ അകത്തളത്തിൽ അങ്ങനൊന്നും ഉണ്ടാകൂല എന്നൊരു തോന്നൽ വന്നുപോയി. ആ ദിവസം അല്ലാഹു എന്നെ അങ്ങ് കോലം മറിച്ചതാണ്. മഹാന്മാർ ഈ സംഭവം വിശദീകരിച്ചിട്ട് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ചില ശിക്ഷകൾ ഭൂമി ലോകത്ത് നൽകും. അതെന്തിനാണ്? അവരുടെ ഖബർ രക്ഷപ്പെടാനാണ്, അവരുടെ ആഖിറം രക്ഷപ്പെടാനാണ്. പാപികളായ മോശക്കാരായ എനിക്കും നിങ്ങൾക്കും ദുനിയാവിലെന്ത് തോന്നിവാസങ്ങൾ ചെയ്തിട്ടും വ്യഭിചരിച്ചിട്ടും കള്ളുകുടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും പലിശ ഇടപാട് നടത്തിയിട്ടും അള്ളാനെ ധിക്കരിച്ച് ജീവിച്ചിട്ടും ആലിമീങ്ങളെ കുറ്റം പറഞ്ഞിട്ടും തങ്ങന്മാരെ നിസാരപ്പെടുത്തിയിട്ടും ഒരദാബും അല്ലാഹു നമുക്ക് തരാത്തതെന്തിനാണ്? ഖബറിൽ കാത്ത് അദാബിരിക്കുകയാണ്. നാളെ എന്നെയും നിങ്ങളെയും നരകം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പശ്ചാത്തപിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകണം. എന്റെ ഹൃദയമുള്ള മുഅ്മിനീങ്ങളെ, 5 നേരം ഞാനും നിങ്ങളും കൃത്യമായി നിസ്കരിക്കണം. ആരും കള്ളുകുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശയിടപാട് നടത്തരുത്. ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനും ഒരൊറ്റയാളോടും മനസ്സിന്റെ അകത്തളത്തിൽ വൈരാഗ്യം വെച്ചു പുലർത്തി ജീവിക്കരുത്. ഇന്നോ നാളെയോ മരിച്ചു പോകണം. ഈമാനോടെ നമുക്ക് മരിക്കണം. ഒരാളിൽ നിന്ന് 1 രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. കടക്കാരനായി നിങ്ങൾ ആരും മരിക്കാൻ നിൽക്കരുത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആളുകൾ പരാതി പറയും, ഉസ്താദേ, അയാള് 10,000 തരാനുണ്ട്, ചോദിച്ചിട്ട് തരുന്നില്ല. 1 ലക്ഷം തരാനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് തുടങ്ങിയതാണ്, ഒടുവിൽ അയാൾ എന്നെ പറ്റിച്ചു കളഞ്ഞു. 50 ലക്ഷം തരാനുണ്ട്, തരുന്നില്ല. കടക്കാരനായി മരിക്കാൻ പാടില്ല. മദീനയിലെ പള്ളിയിലൊരു ജനാസ കൊണ്ടുവന്നാൽ ഹബീബായ തങ്ങൾ ചോദിക്കും, അയാള് വ്യഭിചാരിയാണോ എന്നല്ല, കള്ളുകുടിച്ചയാളാണോ എന്നല്ല. ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് വല്ല കടവുമുണ്ടോ?
അന്നേരത്ത് പറയുകയാണ്, ദിർഹമാനി 2 രൂപ കടമുണ്ട്. 2 ദിർഹം കടമുണ്ടെന്ന് പറഞ്ഞാൽ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിക്കുവീൻ. ലാ ഉസല്ലി ലാ അന ഉസല്ലി, ഞാൻ നിസ്കരിക്കൂല. അതുകൊണ്ട് കടക്കാരായി മരിക്കാൻ പാടില്ല. കടക്കാരെ കടക്കൊടുക്കാനുള്ളവരോടൊന്നുകിൽ പൊരുത്തപ്പെടിക്കണം, അതല്ലെങ്കിൽ കൊടുത്തു വീടണം. കാരണം ഒരാൾ കടക്കാരനായി മരിച്ചാൽ അയാളുടെ ജനാസയ്ക്ക് വേണ്ടി മക്കൾ 10,000 ഖത്മോദിയാലും ഒരു ഹർഫ് ഖുർആനായത്ത്, ഒരു ഹർഫ് ഖുർആൻ പോലും അവന്റെ ഖബറിലേക്ക് എത്തുകയില്ലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, കടബാധ്യത നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നല്ല തഖ്വയുള്ള ഇഖ്ലാസുള്ള നല്ല മുഅ്മിനീങ്ങളായി ഞാനും നിങ്ങളും ജീവിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ദീന് പഠിപ്പിക്കണം, ആലിമീങ്ങളാക്കണം, ഹാഫിളീങ്ങളാക്കണം, സാലിഹീങ്ങളാക്കണം. വാപ്പമാരെ മക്കളെ വെറുതെ കോളേജിൽ പറഞ്ഞു വിട്ടിട്ട് എന്റെ മകള് BDS പഠിക്കുകയാണ്, എന്റെ മകള് MBAക്ക് പഠിക്കുകയാണെന്ന് അഹങ്കാരം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകളെ നാളെ നിങ്ങൾക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്ന തരത്തിൽ വളർത്തി വലുതാക്കണം. ഏതെങ്കിലുമൊക്കെ അള്ളാഹു പണം തരുമ്പോൾ ചില വാപ്പമാർക്ക് അഹങ്കാരമാണ്. മക്കളെ ദീന് പഠിപ്പിക്കാത്ത വാപ്പമാരുണ്ട്. മക്കളെ നാൽക്കാലികളെ പോലെ അഴിച്ചുവിട്ട് ക്യാമ്പസുകളിൽ, ഏത് ക്യാമ്പസാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം ശരീരത്തിലൊഴിച്ച് അതാ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെണ്ണിനെ കെട്ടിപ്പിടിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് മരിക്കുന്ന ക്യാമ്പസ്. ആ ക്യാമ്പസുകളിലെല്ലാം കണ്ടും കേട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് അള്ളാനെ ധിക്കരിച്ച് പടച്ചവനെ പൊട്ടനാക്കുന്ന നയം ചില വാപ്പമാർക്കും ഉമ്മമാർക്കുമുണ്ട്. വാപ്പ, നിങ്ങൾ മരിച്ച് ഖബറിൽ ചെല്ലുമ്പോ പടച്ചോ നിങ്ങളോട് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് ദീനിന് മക്കളെ കൊണ്ട് പ്രാധാന്യം നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ വാപ്പമാരെ ഉമ്മമാരെ നിങ്ങളുടെ നിസ്കാര തഴമ്പും ഹജ്ജും സക്കാത്തും ദാനമൊന്നും വെള്ളമെടുത്ത് ചേമ്പലിയിൽ ഒഴിച്ചതുപോലെ ആയിരിക്കും നാളെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി. മൗലായ സല്ലി വസല്ലിം من أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, ദുആ അരക്കാൻ പോവാണ്.